അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റമളാൻ നമ്മൾക്ക് കടന്നു വന്നു. റമളാനിലാണ് നമ്മളുള്ളത്. ഒരുപാട് നന്മകൾ ചെയ്യുവാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ഏതൊരു ചെറിയ നന്മനെയും ചെറിയതായിട്ട് കാണാൻ പാടില്ല. ഏതൊരു നന്മയും നാം അതിനെ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം. കാരണം എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ആ റഹ്മത്ത് ലഭിക്കാൻ ഒരു കാരണം അള്ളാഹു വെച്ചിട്ടുണ്ടാവും. അത് ഏത് നന്മ എന്ന് നമ്മൾക്ക് അറിയുകയില്ല. അതുപോലെ തന്നെ ഏതൊരു തിന്മ നമ്മൾ കണ്ടാലും അത് ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. കാരണം ഏത് തിന്മയാണ് നമ്മളെ പരാജയത്തിന്റെ കാരണമെന്നും നമ്മൾ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് അറിയിച്ചിട്ടുണ്ട്. ബനീ ഇസ്രായേലിലെ ഒരു പെണ്ണ് ഒരുപാട് ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നേറുന്ന ഒരു പെണ്ണ്. അതായത് ഒരു പെണ്ണിനെ പറ്റി ഒരു ചരിത്രം പറയുന്നു. ആ പെണ്ണിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നായ ദാഹിച്ചിങ്ങനെ നിലത്തിങ്ങനെ ഉരുളുകയാണ്. ആ സന്ദർഭത്തിൽ ആ പെണ്ണിന് മനസ്സിൽ ഒരു കാരുണ്യം തോന്നി. ആ പെണ്ണെന്ത് ചെയ്തു? എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ നോക്കുമ്പോൾ അവിടെ ഒരു കിണറ്റില് കുറച്ച് വെള്ളം താഴെയുണ്ട്. അപ്പൊ ആ പെണ്ണെന്ത് ചെയ്തു? ഇതിനെടുക്കാനുള്ള സംവിധാനം ഇല്ലല്ലോ എന്ന് പറഞ്ഞത് സ്വന്തം ഷൂ എടുത്തുകൊണ്ട് ആ പെണ്ണ് ആ ഷൂയില് വെള്ളം എടുത്തുകൊണ്ട് ഈ നായയ്ക്ക് കുടിപ്പിക്കുകയാണ്. അക്കാരണം കൊണ്ട് ആ പെണ്ണിനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ പിന്നൊരു പെണ്ണിനെ പറ്റി പറയുന്നു. ഒരു നല്ലൊരു പെണ്ണ്, അതായത് സൽക്കർമ്മങ്ങളെല്ലാം ചെയ്ത് നടക്കുന്ന ഒരു പെണ്ണ്. ഒരു പൂച്ചൻ എന്ത് ചെയ്തു? കെട്ടിയിട്ടു. അതിലേക്ക് ഭക്ഷണം കൊടുക്കാതെ അത് അവിടെ ചത്തുപോയി. അക്കാരണം കൊണ്ട് ആ പെണ്ണിനെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പൊ അവരുടെ ഒരു ചെറിയ പ്രവർത്തനമാണ്, ഒരു പൂച്ചനെ ഉപദ്രവിച്ചതാണ് അവർ നരകത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണം. ആ നായ്ക്ക് വെള്ളം കൊടുത്തത് കൊണ്ടാണ് എന്തായത് ആ പെണ്ണ് സ്വർഗത്തിൽ കടക്കാനും കാരണം. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് ഒരു മരത്തിന്റെ ഒരു ഗെല്ലാണ്, അതിന്റെ ഒരു കൊമ്പാണ് എന്നാണ്. എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ച്, ഏത് മരമായിരിക്കും അതെന്ന് അവർ ഇങ്ങനെ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, വഴിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരത്തിന്റെ ഒരു കൊമ്പ് ഇങ്ങനെ പൊഴിഞ്ഞ് ആ റോഡിലേക്ക്, ആ വഴിയിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കുന്നു. എല്ലാവർക്കും അത് പോകുമ്പോൾ ഒരു തടസ്സമായിരിക്കുന്നു. ആ തടസ്സം അയാള് നീക്കി. ആ നീക്കിയതിന്റെ കാരണം കൊണ്ടാണ് അയാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈമാന് 70 ചില്ലാനും ശാഖകളുണ്ട്. അലാഹ, അതിൽ ഏറ്റവും മുകളിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അദ്നാഹ ഇമാത്തുൽ ത്വരീഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ. ഈമാന് 70 ചില്ലാനും ശാഖകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ ഏറ്റവും താഴെയുള്ളത് വഴിയിലെ തടസ്സം നീക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഏതൊരു ചെറിയൊരു നന്മയാണെങ്കിലും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അതിനെ വലിയതായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾക്കെല്ലാം ഭാഗ്യം നൽകട്ടെ. എല്ലാ തിന്മകളും വെടിയാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.